ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഗോത്ര സമൂഹങ്ങൾ സുപ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷിക ദിനാഘോഷ പരിപാടിയിൽ 9,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കമിട്ടു. അമൃത് പദ്ധതിക്ക് 10 വയസ്സ്. പദ്ധതിയിലൂടെ 8,500 കോടി രൂപയുടെ ചികിത്സാ ഇളവുകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഇന്ത്യ US ഉഭയകക്ഷി സഹകരണം അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽമാരുടെ സമ്മേളനത്തിൽ അവലോകനം ചെയ്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഫ്രാൻസിൽ നടക്കുന്ന ഉഭയകക്ഷി വ്യോമ അഭ്യാസമായ ഗരുഡ 8ാം പതിപ്പിൽ ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കും. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 30 റണ്ണിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിലും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് സംഭാവന നൽകുന്നതിലും ഗോത്ര സമൂഹങ്ങൾ നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് നർമ്മദ ജില്ലയിൽ സംഘടിപ്പിച്ച ജൻജാതീയ ഗൌരവ് ദിവസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 9,700 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിച്ചു. जनजातीय गौरव हजारों वर्षों से हमारे भारत की चेतना का अभिन्न हिस्सा रहा है. जब जब देश के सम्मान, स्वाभिमान और स्वराज की बात आई तो हमारा आदिवासी समाज सबसे आगे खड़ा हुआ. आदिवासी समाज से निकले कितने ही नायक नायिकाओं ने आजादी की मशाल को आगे बढ़ाया. ഗോത്ര സമൂഹത്തിന്റെ മാത്രമല്ല മുഴുവൻ രാജ്യത്തിന്റെയും അഭിമാനമാണ് ബിർസ മുണ്ട എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭഗവാൻ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനും മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനുമുള്ള ബിർസ മുണ്ടയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന് മുന്നിൽ രാജ്യം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചുരുങ്ങിയ ചെലവിൽ ചികിത്സയും അവയവമാറ്റവും ലക്ഷ്യമിട്ട് രാജ്യത്ത് ആരംഭിച്ച അമൃത് പദ്ധതി ഇന്ന് 10 വർഷം പൂർത്തിയാക്കി. ഇക്കാലയളവിൽ രോഗികൾക്ക് 8,500 കോടി രൂപയുടെ ചികിത്സാ ഇളവുകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. രാജ്യത്തൊട്ടാകെ 255 അമൃത് ഫാർമസികളുണ്ടെന്നും മരുന്നുകൾ, ഇംപ്ലാന്റുകൾ, സർജിക്കൽ ഡിസ്പോസിബിൾസ് എന്നിവയുൾപ്പെടെ 6,500-ലധികം ഉൽപ്പന്നങ്ങൾ പരമാവധി വില കുറച്ചും 50% വരെ വിലക്കിഴിവിലും ലഭ്യമാക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽമാരുടെ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ US ഉഭയകക്ഷി സഹകരണവും ഇന്ത്യൻ പ്രവാസികളുമായുള്ള ഇടപെടലും സമ്മേളനത്തിൽ അവലോകനം ചെയ്തു. ന്യൂയോർക്കിൽ നടന്ന യോഗത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് ഖ്വാത്രയും പങ്കെടുത്തു. ഡൽഹി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 4 ഡോക്ടർമാരുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്തു. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇവരുടെ പേരുകൾ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തു. ഡോക്ടർ മുസാഫർ അഹമ്മദ്, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഫ്രാൻസിൽ നടക്കുന്ന ഉഭയകക്ഷി വ്യോമാഭ്യാസമായ ഗരുഡ 25ന്റെ 8ാം പതിപ്പിൽ ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കും. ഫ്രഞ്ച് വ്യോമ ബഹിരാകാശ സേനയുമായി ചേർന്ന് നടത്തുന്ന ഈ അഭ്യാസം നാളെ മുതൽ ഈ മാസം 27 വരെ നടക്കും. വ്യോമസേനയുടെ സുഖോയ് 30 MKI വിമാനങ്ങൾ ഫ്രഞ്ച് മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അഭ്യാസത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പള്ളിപ്പുറത്തെ CRPF ബാൻഡ് പ്രകടനം സംഘടിപ്പിച്ചു. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകത്തിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന വന്ദേ മാതരത്തിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ദേശീയ അനുസ്മരണ ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 30 റണ്ണിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 189 അവസാനിച്ചു. രണ്ടാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം ദിനം മത്സരം അവസാനിപ്പിക്കുമ്പോൾ 7 വിക്കറ്റിന് 93 റൺ എന്ന നിലയിലാണ്. ധാക്കയിൽ നടന്ന ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് നേട്ടം. ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവായ നാം സുഹ്യോണിനെ 7-3 പരാജയപ്പെടുത്തി അങ്കിത ഭഗത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ റീകർവ് വ്യക്തിഗത ഏഷ്യൻ ചാമ്പ്യനായി. മറ്റൊരു മത്സരത്തിൽ ധീരജ് ബൊമ്മദേവര ആദ്യത്തെ ഇന്ത്യൻ പുരുഷ റീകർവ് ഏഷ്യൻ വ്യക്തിഗത ചാമ്പ്യനായി. ഫൈനലിൽ സഹതാരം രാഹുലിനെ 6-2 പരാജയപ്പെടുത്തിയാണ് ധീരജ് സ്വർണം നേടിയത്. കെയ്റോയിൽ നടന്ന ഷൂട്ടിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റളിൽ ഇന്ത്യൻ താരം ഇഷ സിംഗിന് വെങ്കലം. ഇഷയുടെ ആദ്യത്തെ വ്യക്തിഗത ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണിത്. 3 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാമതാണ് ഇന്ത്യ. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാമനിർദ്ദേശ പത്രിക ഈ മാസം 21 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങളിലേക്ക്. സംഘർഷങ്ങൾ ഉളവാക്കുന്ന ഒരു പ്രവർത്തനത്തിലും രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടുവാൻ പാടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൈതാനങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല. ജാഥകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നത് നിലവിലെ നിയമവ്യവസ്ഥകളും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും അനുസരിച്ചായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുമ്പോഴും പ്രചാരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 85% എന്യൂമറേഷൻ ഫോമുകളും ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. ഇതുവരെ ഫോമുകൾ ലഭിക്കാത്തവർക്കായി പ്രത്യേക ഡ്രൈവ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി നടത്തിയ സർവകക്ഷി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത ശേഷം മാത്രമേ അപ്ഡേഷൻ നടത്താവൂ എന്ന് BLOമാർക്ക് കർശന നിർദ്ദേശം നൽകിയതായും തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 മണിക്ക് തുറക്കും. മറ്റന്നാളാണ് വൃശ്ചികം 1. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ദർശനം സാധ്യമാകും. ഇന്ത്യൻ നാഷണൽ കൌൺസിൽ ഓഫ് മ്യൂസിയംസ് ICOMന്റെ 27ാമത് പൊതുസമ്മേളനം ദുബായിൽ സമാപിച്ചു. പശ്ചിമേഷ്യയിൽ ആദ്യമായി നടന്ന സമ്മേളനത്തിൽ മ്യൂസിയം ഡയറക്ടർമാർ, സാംസ്കാരിക നയരൂപീകരണ വിദഗ്ധർ, അക്കാദമിക് വിദഗ്ധർ എന്നിവരുൾപ്പെടെ 4,500-ലധികം പേർ പങ്കെടുത്തു. 100-ലധികം സെഷനുകളും ശില്പശാലകളും നടന്നു. റോട്ടർഡാമിനെ ICOM 2028 സമ്മേളനത്തിന്റെ ആതിഥേയരായി തിരഞ്ഞെടുത്തു. കൊൽക്കത്തയിലെ നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയംസിന് വിഖ്യാതമായ സിമ്യൂസെറ്റ് പുരസ്കാരം. സയൻസ് സിറ്റിയിലെ ഓൺ ദി എഡ്ജ് എന്ന കാലാവസ്ഥാ വ്യതിയാന ഗ്യാലറിയാണ് പുരസ്കാരം നേടിയത്. ദുബായിൽ നടന്ന 27ാമത് ഐകോം ജനറൽ കോൺഫറൻസിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ വരെ ശൈത്യതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് കനത്ത മഴയുണ്ടായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. ബീഹാറിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ ആദ്യ സിംഗിനെ 6 വർഷത്തേക്ക് BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടൊപ്പം കതിഹാർ മേഖലയിൽ നിന്നുള്ള ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം അശോക് അഗർവാളിനെയും കതിഹാർ മേയറായ ഭാര്യ ഉഷ അഗർവാളിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ ലാൽഖില മെട്രോ സ്റ്റേഷന്റെ 2-3 ഗേറ്റുകൾ യാത്രക്കാർക്കായി തുറന്നു കൊടുത്തതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ചുവപ്പ് കോട്ടയ്ക്ക് സമീപം തിങ്കളാഴ്ച ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ലാൽഖില മെട്രോ സ്റ്റേഷൻ അടച്ചിരുന്നു. മറ്റ് സ്റ്റേഷനുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് DMRC അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഗോത്ര സമൂഹങ്ങൾ സുപ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷിക ദിനാഘോഷ പരിപാടിയിൽ 9,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കമിട്ടു. അമൃത് പദ്ധതിക്ക് 10 വയസ്സ്. പദ്ധതിയിലൂടെ 8,500 കോടി രൂപയുടെ ചികിത്സാ ഇളവുകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഇന്ത്യ-US ഉഭയകക്ഷി സഹകരണം അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽമാരുടെ സമ്മേളനത്തിൽ അവലോകനം ചെയ്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഫ്രാൻസിൽ നടക്കുന്ന ഉഭയകക്ഷി വ്യോമ അഭ്യാസമായ ഗരുഡ 8ാം പതിപ്പിൽ ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കും.
കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 30 റണ്ണിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.